സമദൂരം വിട്ട് സിപിഐഎമ്മിനോടടുത്ത് NSS. അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസും BJPയും സഹകരിക്കാത്തത് വോട്ട് ബാങ്ക് പേടിച്ചിട്ടാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയായിരിക്കും. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും G. സുകുമാരൻ നായർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, സമദൂരമല്ല ശരിദൂരം, അത് ഇടത്തേക്കടുക്കുന്ന ശരിദൂരമാണ് എന്ന് വ്യക്തമാക്കുകയാണോ ഈ അഭിമുഖത്തിൽ G. സുകുമാരൻ നായർ? ഉറപ്പായും സുജയ, അങ്ങനെ തന്നെയാണ്. സമദൂരം കൈവിട്ട് CPIM-നൊപ്പം LDF സർക്കാരിനൊപ്പം ശബരിമല വിഷയത്തിൽ NSS കൈകോർക്കുന്നു എന്നുള്ളതാണ് ഈ ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് കോൺഗ്രസും BJPയും വിട്ടുനിന്നിരുന്നു. ഇതിനെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് സുകുമാരൻ നായർ എന്നതാണ്. അതായത് കോൺഗ്രസിന് ഹിന്ദു വോട്ട് ആവശ്യമില്ല, കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മതിയായിരിക്കും എന്നാണ് G. സുകുമാരൻ നായർ പറയുന്നത്. മാത്രവുമല്ല, ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നിഷ്ക്രിയമാണ്, ഒന്നും ചെയ്യുന്നില്ല. അതിൽ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് LDF സർക്കാരാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലുള്ള പശ്ചാത്താപമാണോ എന്ന് ചോദിക്കുമ്പോൾ G. സുകുമാരൻ നായരുടെ മറുപടി, അങ്ങനെ തെറ്റുതിരുത്താൻ തയ്യാറാകുമ്പോൾ ആ രീതിയിൽ പറയേണ്ടതില്ല, കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ LDF സർക്കാരിന് കഴിയും എന്നാണ് G. സുകുമാരൻ നായർ വിശദീകരിക്കുന്നത്. നേരത്തെ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ച സമയത്ത് ആദ്യം കോൺഗ്രസും BJPയും ഒന്നും സഹകരിച്ചിരുന്നില്ല. പിന്നീട് ധാരാളം ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ള ഘട്ടത്തിലാണ് BJPയും കോൺഗ്രസും സഹകരിക്കാൻ തയ്യാറായത് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആഗോള അയ്യപ്പ സംഗമത്തിൽ NSSന്റെ പിന്തുണയാണ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ BJPയെയും ഒരുപോലെ ഞെട്ടിച്ചത്. അങ്ങനെ NSS പങ്കെടുക്കാനുള്ള ഒരു തീരുമാനം, അത് പ്രത്യേക തീരുമാനം തന്നെയാണ്. ശബരിമലയിൽ ഇനി ആചാരങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകില്ല എന്ന് VN വാസവൻ മുഖ്യമന്ത്രിയോടുൾപ്പെടെ സംസാരിച്ചിട്ട് ഉറപ്പ് നൽകിയതായും G. സുകുമാരൻ നായർ പറയുന്നു. എന്തായാലും ഇതൊരു കേരളത്തിലെ രാഷ്ട്രീയ നീക്കത്തിൽ ഏറെ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി LDFനോടും CPIM-നോടും അകലം പാലിക്കുന്ന NSS ശബരിമല വിഷയത്തോടെ നയം മാറ്റുന്നു എന്നുള്ളതാണ്. സമദൂരമല്ല ശരിദൂരത്തിലേക്ക് ശബരിമല വിഷയത്തിൽ മാറുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് CPIM-ന് LDF സർക്കാരിന് കനത്ത തിരിച്ചടിയുണ്ടായത് ശബരിമല വിഷയത്തിലാണ്. അതിൽ NSSന്റെ പൂർണ്ണ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് LDFന് വലിയ ആശ്വാസവുമാണ്. സുജയ, വിവരങ്ങൾ നൽകിയത് TV പ്രസാദാണ്.